നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായകമായ ചർച്ച മന്ത്രിതലത്തിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം ആ യോഗത്തിന് ശേഷം ഇപ്പോൾ മന്ത്രി വി.എൻ. വാസവനും മന്ത്രി എം.പി. രാജേഷും കെ. കൃഷ്ണൻകുട്ടിയും ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയാണ്. കേൾക്കാം. ഇതിനോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ ആലത്തൂരിൽ ബാങ്ക് നെല്ല് സംഭരിച്ച് മില്ലുമായി ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകുന്നൊരു പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരുന്നു. അത് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മറ്റു സംഘങ്ങൾ കൂടി ഇതിന് തയ്യാറാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ഇത് പൊതുവിൽ ഈ ജില്ലയിലെ തന്നെ ചില മില്ലുകാരുമായി നേരത്തെ തന്നെ നമ്മുടെ സഹകരണ സംഘങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്നവർ കൂടുതൽ ചർച്ച ചെയ്യാൻ തയ്യാറാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല രൂപത്തിൽ സമ്പത്തുള്ളതും ശേഷിയുള്ളതുമായ ബാങ്കുകൾ നേരിട്ട് മില്ലുകാരുമായി ബന്ധപ്പെട്ടത് കൊടുക്കാനും ആ മില്ലുകാർ ഇത് അരിയാക്കി കഴിഞ്ഞാൽ തിരിച്ച അരി സപ്ലൈകോ ഏറ്റെടുക്കാനും തീരുമാനിക്കുകയുണ്ടായി. സപ്ലൈകോയുടെ പ്രതിനിധികളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധികളും ഈ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. അപ്പോൾ ഇത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഇവിടുത്തെ സഹകരണ വകുപ്പിലെ പ്ലാനിംഗ് AR കൺവീനറായി കൃഷി ഓഫീസിലും കൃഷി ഓഫീസർമാരും അതുപോലെ തന്നെ സപ്ലൈകോയുടെ ഓഫീസർമാരും അതോടൊപ്പം തന്നെ പ്രൈമറി കോഓപ്പറേറ്റീവ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, സർക്കിൾ യൂണിയൻ ചെയർമാൻമാർ ഇവരെല്ലാം അംഗങ്ങളായി ഒരു സബ് കമ്മിറ്റി ഞങ്ങൾ നിയോഗിച്ചു. ആ സബ് കമ്മിറ്റി ഇപ്പം തന്നെ യോഗം ചേർന്ന് ഈ ജില്ലയിൽ എവിടെയൊക്കെയാണ് സൗകര്യപ്രദമായ ഗോഡൗണുകൾ നെല്ല് സംഭരിച്ചു വയ്ക്കാനുള്ളതെന്ന് കണ്ടെത്തി 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഗോഡൗൺ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഇവിടെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ സംഘങ്ങൾ അതനുസരിച്ച് നെല്ല് സംഭരിച്ച് ഗോഡൗണിലേക്ക് മാറ്റി മില്ലുകാരുമായി ധാരണയുണ്ടാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിക്ക് ഇന്ന് രൂപം നൽകി. അരിയാക്കുന്നത് കൃത്യമായി സപ്ലൈകോ ഏറ്റെടുക്കുകയും അതിനനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ട പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മുമ്പ് 28 രൂപ 20 പൈസയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് വിവിധ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു കൊടുത്തതിനെ കൃഷിക്കാർക്കുള്ള ആശ്വാസ നടപടിയുടെ ഭാഗമായി 30 രൂപയെ അത് പ്രഖ്യാപിക്കുകയുണ്ടായി. 2 രൂപ 2 പൈസയാണ് ഹാൻഡ്ലിംഗ് ചാർജായി കൊടുക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ കൊടുക്കുന്ന ഓരോ നെല്ലിൻ്റെ അളവിനനുസരിച്ച് ഇപ്പോൾ ഈ തിങ്കളാഴ്ച കൊടുത്താൽ അടുത്ത തിങ്കളാഴ്ച പണം കൊടുക്കും. എന്നുവെച്ചാൽ വിത്തിൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ സപ്ലൈകോ പണം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ സപ്ലൈകോയിൽ ഇപ്പോൾ ഫണ്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് കൃത്യമായി പണവും കിട്ടും. അപ്പോൾ സംഘക്കാർക്ക് വിഷമം ഉണ്ടാവില്ല, നെൽകൃഷിക്കാർക്ക് വിഷമം ഉണ്ടാവില്ല. PRS റെസിപ്റ്റ് കൃത്യസമയത്ത് തന്നെ തയ്യാറാക്കി കൃഷിക്കാർക്ക് കൊടുക്കണം, ആ സംഘക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. അതിന് കാലതാമസം ചിലപ്പോൾ പാടശേഖര സമിതി ഒരു പാടത്തെ മുഴുവൻ തീർന്നതിന് ശേഷം റെസിപ്റ്റ് കൊടുക്കാം എന്ന രൂപത്തിലേക്ക് വരുമ്പോഴാണ് കാലതാമസങ്ങൾ പിന്നീട് വരിക. അത് വരാതിരിക്കാൻ ഇന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നു. അതൊരാഴ്ചക്കുള്ളിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. സപ്ലൈകോ അപ്പം തന്നെ പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിൽ വിഷമം ഉണ്ടാവില്ല. ഭാവിയിൽ കൂടുതൽ ഗോഡൗൺ ഫെസിലിറ്റിയൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന തരത്തിലാണെങ്കിൽ ഇപ്പം നബാർഡിൻ്റെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി 2 കോടി രൂപ 7 വർഷക്കാലത്തേക്ക് 1% പലിശ നിരക്കിൽ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. കേരള ബാങ്കും സംസ്ഥാന ഗവൺമെൻറ്റും സബ്സിഡി നൽകിക്കൊണ്ട് 4% പലിശക്കാണ് നബാർഡ് തരുന്നത്. 3% ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. 1% പലിശയാവും. അപ്പം അത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഭാവിയിൽ ഗോഡൗൺ നിർമ്മിക്കാൻ ഈ സംഘങ്ങൾ തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ സാഹചര്യം. ഈ നിലയിൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാടിൻ്റെ നെല്ലറയായിട്ടുള്ള പാലക്കാട് ജില്ലയിൽ നിന്ന് നെല്ല് സംഭരണം ഈ രൂപത്തിൽ ആരംഭിച്ച് ഇവിടുത്തെ നെൽകൃഷിക്കാരുടെ പ്രയാസങ്ങൾ അകറ്റാൻ സംസ്ഥാന ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും അവരോടൊപ്പം നിലകൊള്ളുന്ന രൂപത്തിലേക്കുള്ള തീരുമാനമെടുത്തത് പ്രായോഗികമായി നടപ്പാക്കാൻ പോവുകയാണ്. അതിന് സബ് കമ്മിറ്റി ഇപ്പോൾ കൂടി ഭാവി പരിപാടികൾക്ക് ഒരു രൂപവും നൽകി. ഇതാണ് ഇന്ന് ചേർന്ന യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതിർത്തി തീരുമാനം. മറ്റ് ജില്ലകളിൽ കുട്ടനാട്ട് ഇന്നലെ തന്നെ ഒന്ന് ചേർന്നിരുന്നു. കുട്ടനാട്ട് നേരത്തെ ചേർന്നിട്ട് അവിടെ ഇപ്പോൾ ഒരു ഗുണമുണ്ടായത് കുറേ മില്ലുകാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഇവരുടെ നിഷേധാത്മക സമീപനം മാറി ആദ്യം 2 മില്ലുകാർ വന്നു. ഇപ്പോൾ 11 മില്ലുകാർ രംഗത്ത് വന്നു. ഇന്നലെ കൂടുതൽ മില്ലുകാർ രംഗത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സ്വാഗതാർഹമായ ഒരു കാര്യം. കുട്ടനാട്ടിൽ ഇപ്പോൾ ഇന്നലത്തെ കൂടിയപ്പോൾ കണ്ട ഒരു അനുഭവമാണെന്നാണ് ഇപ്പോൾ സപ്ലൈകോയുടെ MD ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ഇല്ല, സാമ്പത്തിക പക്ഷേ ഇപ്പം ഇല്ല. സാമ്പത്തിക അല്ല, ഞാൻ എൻ്റെ ഇല്ല കേക്ക് ഞാനെന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞു. ഇപ്പം സപ്ലൈകോയ്ക്ക് ഫണ്ട് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, കയ്യിൽ ഫണ്ടുണ്ട്.
ഇനി സംഘങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഫണ്ടിന് വിഷമം വന്നു കഴിഞ്ഞാൽ കേരള ബാങ്ക് അവരെ സഹായിക്കും. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട നിർണായക യോഗത്തിന് ശേഷം മന്ത്രി വി എൻ വാസവൻ സംസാരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹകരണ മേഖലകളുടെ ഇടപെടൽ നെല്ല് സംഭരിക്കാൻ വേണ്ടി ഉണ്ടാകും, അതിന് ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്.